പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാന സർക്കാരിന്റെ 10 വർഷത്തെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നൽകിയ വാഗ്ദാനങ്ങളിൽ 97% നടപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 10 വർഷത്തിനിടെ 5 ലക്ഷം വീടുകൾ യാഥാർത്ഥ്യമാക്കി. 4.5 ലക്ഷത്തോളം പേർക്ക് പട്ടയം നൽകി. കേരളം നിക്ഷേപ സൗഹൃദമായി. ദേശീയപാത വികസനം അടക്കം വേഗത്തിലാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പത്താം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് LDF എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. ഈ 5 വർഷത്തെ പ്രവർത്തന പുരോഗതിയാണ് ഇതിൽ സംക്ഷിപ്തമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2021 900 വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. ഇപ്പോൾ കാണുമ്പോൾ അതിൽ 97% നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ സ്വപ്നമാണ് ഭൂമിയും വീടും. ഇത് യാഥാർത്ഥ്യമാക്കാനാണ് ലൈഫ് പദ്ധതി 2016 സർക്കാർ കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായി 5 ലക്ഷം വീടുകൾ പൂർത്തിയായി കഴിഞ്ഞു. കേരളത്തിൻ്റെ മാനം വലിയ തോതിൽ ഉയർത്തിയ ഒരു കാര്യമാണ് കേരളം അതിദാരിദ്ര്യമുക്തമായത്. 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ശരി. സംസ്ഥാന സർക്കാരിന്റെ 10 വർഷത്തെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നൽകിയ വാഗ്ദാനങ്ങളിൽ 97% നടപ്പാക്കിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 10 വർഷത്തിനിടെ 5 ലക്ഷം വീടുകളാണ് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. 4.5 ലക്ഷത്തോളം പേർക്ക് പട്ടയം നൽകി. കേരളം നിക്ഷേപ സൗഹൃദമായി എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട്. എന്തായാലും ദേശീയപാത വികസനം അടക്കം വേഗത്തിലാക്കി എന്നുമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. കോൺഗ്രസിനെ വിമർശിച്ച് മുഖ്യമന്ത്രി. കോൺഗ്രസ് ആദ്യം വയനാട്ടിൽ ശ്രുതിക്ക് വീട് വെച്ചു കൊടുക്കട്ടെ, എന്നിട്ടാവാം ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് മുഖ്യമന്ത്രി. കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ എത്രത്തോളമാണ് നടപ്പാക്കുക എന്നത് നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യം ആ കുട്ടീൻ്റെ വീട് വെച്ചു കൊടുക്കട്ടെ. വയനാട്ടിലൊരു കുട്ടി, എന്തേലും ആ കുട്ടീൻ്റെ പേര് ശ്രുതി. ആ വീട് ആദ്യം വെച്ചു കൊടുക്കട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിലയുണ്ടെന്ന് മനസ്സിലാകുക. അല്ലെങ്കിൽ എന്തും പറയാലോ. ഈ പറയുന്നതിന്റെ ഭാഗമായിട്ട് എത്രത്തോളാണ് നടപ്പാക്കുക എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് പിന്നാലെയാണ് കോൺഗ്രസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ആദ്യം വയനാട്ടിൽ ശ്രുതിക്ക് വീട് വെച്ചു കൊടുക്കട്ടെ, എന്നിട്ടാവാം ഇന്ദിരാ ഗ്യാരണ്ടി എന്നാണ് മുഖ്യമന്ത്രി വിമർശിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ എത്രത്തോളമാണ് നടപ്പാക്കുക എന്നതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണെന്നൊക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ വിമർശിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ.